സ്റ്റഡി അബ്രോഡ് ഏജൻസി നടത്തുന്നത് ഇനി എളുപ്പമാക്കാം. ലീഡ്സുകൾ നഷ്ടപ്പെടുന്നതും ഡോക്യുമെന്റുകൾ വൈകുന്നതും നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഏജൻസി ഒരു ഡിജിറ്റൽ പവർ ഹൗസാക്കി മാറ്റുന്നത് ഏതെല്ലാം രീതിയിലാണ്? 1. സെയിൽസ് ഓട്ടോമേഷൻ, 2. സ്റ്റുഡൻറ് പോർട്ടൽ, 3. HR മാനേജ്മെന്റ്. ഇതിൽ ഒന്നാമത് വരുന്നതാണ് സെയിൽസ് ഓട്ടോമേഷൻ. അതിൽ തന്നെ 2 ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളാണ്. ഒന്ന് ലീഡ്സും മറ്റൊന്ന് ഓപ്പർച്യൂണിറ്റിയും. ഇതിൽ ലീഡ്സ് എന്ന സെക്ഷനിൽ ലീഡ്സ് ആഡ് ചെയ്യാൻ 3 മെത്തേഡുകളാണ്. അതിലൊന്ന് റെഫറൽ വഴി വരുന്ന ലീഡ്സ് മാത്രമാണെങ്കിൽ നമുക്ക് ന്യൂ ലീഡ് വഴി ആഡ് ചെയ്യാം. അതിൽ രണ്ടാമത്തെ മെത്തേഡ്, ഇഫ് സപ്പോസ് ബൾക്കായി ലീഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എക്സൽ ത്രൂ ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് മെറ്റ ഓട്ടോമേഷൻ ആണ്. മെറ്റ ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു ടൂൾ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ വരുന്ന ലീഡ്സ് ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സെയിൽസ് ടീമിന് ഡിസ്ട്രിബ്യൂട്ട് ആവും. ഇനി നമുക്ക് അസൈൻഡ് ആയ ലീഡ്സ് ആർക്കാണ് അസൈൻ ആയതെന്നും എന്താണ് ആ ലീഡിൻ്റെ കറൻറ്റ് സ്റ്റേറ്റസ് എന്നും മനസ്സിലാക്കാം. പോസിറ്റീവായി നിൽക്കുന്ന ക്ലയൻറ്റ്, അതായത് അത് പൊട്ടൻഷ്യൽ ക്ലയൻ്റ് ആണോ എന്നും ഇനിയും ഫോളോ അപ്പ് വേണ്ടി വരുന്ന ക്ലയൻറ്റ്, അതായത് പെൻഡിങ് ലിസ്റ്റിലാണോ എന്നും മനസ്സിലാക്കാം. സ്കെയിലപ്പ് ബിസിനസ് ബില്ല് CRM സോഫ്റ്റ്വെയറിൽ ഡയലറും വാട്സാപ്പ് ഇൻ്റഗ്രേഷനും ഉള്ളതുകൊണ്ട് ഓരോ തവണയും ആപ്പ് ത്രൂ തന്നെ ഓൾറെഡി ആപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്ലയൻസിനെ കണക്ട് ചെയ്യാനും സാധിക്കും. കോൾ ചെയ്യാനും അവരുടെ വാട്സാപ്പ് കമ്മ്യൂണിക്കേഷനും ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ത്രൂ ചെയ്യാൻ സാധിക്കും. ആഫ്റ്റർ കോൾസ് ക്ലയൻസിൻ്റെ ഫീഡ്ബാക്ക് എന്തായിരുന്നു എന്നുള്ളത് നോട്ട്സ് വഴിയും കോൾ റെക്കോർഡിംഗ് വഴിയും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ചെയ്യുന്ന ലീഡ്സ് പൊട്ടൻഷ്യൽ ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറ്റാനും ഇഫ് സപ്പോസ് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ലോസിലേക്ക് മാറ്റാനും സാധിക്കും. വി ക്യാൻ സീ ആക്ടിവിറ്റീസ്. ഈ ഒരു സെക്ഷനിൽ പ്രോപ്പറായിട്ട് ഓരോ തവണയുള്ള ക്ലയൻറ്റ് കോൾസിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ബേസിക് ഇൻഫർമേഷനിൽ ക്ലയൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പെർഫോമൻസിൽ ലീഡ്സിന് എഗെയിൻസ്റ്റായി എത്ര കോളുകൾ പോയിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് കാണാൻ സാധിക്കും. ആപ്പിലെ യൂസേജ് അനുസരിച്ചിട്ടാണ് ഇവിടെ കാണുക. ക്ലയൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും ഫയൽസും അറ്റാച്ച് ചെയ്യാനും ഫ്യൂച്ചറിൽ റെഫറൻസിന് ഉപയോഗിക്കാനായിട്ടും അറ്റാച്ച്മെൻറ്റ് സെക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ കോൺടാക്റ്റിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇഫ് സപ്പോസ് ആദ്യ കോളിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് മേ ബി സ്റ്റുഡൻ്റ് ആയിട്ടായിരിക്കാം, പിന്നീടായിരിക്കും അവരുടെ ഒരു പാരൻറ്റിൻ്റെ എൻട്രി വരുന്നുണ്ടാവുക. അവിടെ അങ്ങോട്ടുള്ള ഫോളോ അപ്സ് നമുക്ക് പാരൻ്റായിട്ടാണെന്നുണ്ടെങ്കിൽ മേ ബി മോസ്റ്റ്ലി അവരായിരിക്കുമല്ലോ ഡിസിഷൻ മേക്കേഴ്സ്. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് പിന്നീട് ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സായിട്ട് ആ ഒരു നമ്പർ ആഡ് ചെയ്യാനും അത് പ്രൈമറി കോൺടാക്റ്റ് ആയിട്ട് വെക്കാനും ആ കോൺടാക്റ്റിലേക്ക് പിന്നീട് കോൾസ് ആയാലും വാട്സപ്പ് ആയാലും അങ്ങനെയുള്ള ഫോളോ അപ്സ് ഒക്കെ ചെയ്യാനും സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് കോൾ റെക്കോർഡിംഗ്. എസ്പെഷ്യലി സെയിൽസ് ടീമിനെ മോണിറ്റർ ചെയ്യാൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ആൻഡ്രോയിഡ് ഫോണുകളിൽ കോൾ റെക്കോർഡിംഗ് ചെയ്താൽ ഡയറക്റ്റ് ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫോണുകളിലും ടീം മെമ്പേഴ്സിൻ്റെ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് അപ്ലോഡായി വരും. അല്ലാത്ത ഫോണുകളിൽ സപ്പോസ് സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക മാനുവലി അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് ഓപ്ഷൻ അസൈൻ എന്ന് കാണാം. ഈ ലീഡ്സ് മറ്റൊരു യൂസറിന് അസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ പോസിറ്റീവായിട്ടുള്ളൊരു ലീഡാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറ്റാനും ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു സെക്ഷൻ മാത്രം ഫോക്കസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ ലോസിലേക്ക് മാറ്റാൻ സാധിക്കും. ലോസിലേക്ക് മാറ്റുന്ന സമയത്ത് റീസൺ എന്താണെന്ന് കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഫോളോ അപ്പ് ഓൺ കോൾ. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരുന്ന ഫോമിൽ നമുക്കിനി നെക്സ്റ്റ് എന്നാണോ ക്ലയൻറ്റിനെ വിളിക്കേണ്ടത് ആ ഒരു ഡേറ്റും ഇനി നെക്സ്റ്റ് ആ ക്ലയൻറ്റിനെ വിളിക്കുന്ന ആ ഒരു ഡേറ്റിൽ നമുക്ക് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മണിക്കാണോ അലാം വരേണ്ടത് ആ ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് ക്ലയൻറ്റിൻ്റെ ആ ഒരു ഫോളോ അപ്പ് മീറ്റിംഗ് ആണോ അല്ലെങ്കിൽ കോളാണോ ഡയറക്റ്റ് മീറ്റിംഗ് ആണോ ഗൂഗിൾ മീറ്റിംഗ് ആണോ എന്താണോ ആക്ഷൻ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും.
അതിനനുസരിച്ച് ഓരോ യൂസറിൻ്റെയും ഓരോ ടെലികോളറിൻ്റെയും ഡാഷ്ബോർഡിൽ ആ പെർട്ടിക്കുലർ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലേക്ക് അന്നത്തെ അവരുടെ ടുഡേയ്സ് കോൾസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ അല്ലെങ്കിൽ ടുഡേയ്സ് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ അത് ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കും. അത് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ നമ്മൾ എത്ര മണിക്കാണോ നമുക്കത് റിമൈൻഡ് ചെയ്യേണ്ടത്, ആ ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിൽ കോൾ റിമൈൻഡ് ചെയ്യേണ്ടത്, ആ ഒരു ടൈം സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ നമുക്ക് അലാമും വരും, റിമൈൻഡർ അലാമും വരും. നെക്സ്റ്റ് ആസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു സെക്ഷനിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലയൻറ്റ്സ് ആയിരിക്കും ലിസ്റ്റായി വരുന്നുണ്ടാവുക. നമുക്ക് വേണ്ട രീതിയിൽ സെർച്ച് ചെയ്യാനും അതുപോലെ ഫിൽട്ടർ ചെയ്യാനും ഓരോ ഫോളോ അപ്പിലും അവരുടെ ഒരു കറൻറ്റ് സ്റ്റേറ്റസ് എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടാവും. സെറ്റിങ്സിൽ ലീഡ് സോഴ്സസ്, നിങ്ങളുടെ ഫേമിലേക്ക് ലീഡ്സ് വരുന്ന സോഴ്സസ്, അതുപോലെ നിങ്ങൾ ഇൻറ്റേർണലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലീഡ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ആ ലീഡ്സ് നിങ്ങളുടെ ഫേമിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്, അത് കൺവേർട്ടഡ് ആവേണ്ട റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസസ് എന്താണ്, അതുപോലെ ഓരോ ഫോളോ അപ്പിലും നിങ്ങൾക്ക് വരുന്ന ആക്ഷൻസ്, കോളാണോ, മീറ്റിംഗ്സ് ആണോ, ഡയറക്റ്റ് മീറ്റിംഗ് ആണോ, ഓൺലൈൻ മീറ്റിംഗ് ആണോ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. റിപ്പോർട്ട്സ് എന്ന സെക്ഷനിൽ CRM റിപ്പോർട്ട്സിൽ മെയിൻ എന്നുള്ള സെക്ഷനിൽ നമുക്ക് ടോട്ടൽ എത്ര ലീഡ്സ് ഉണ്ട്, എത്ര ലീഡ്സ് ഓപ്പർച്യൂണിറ്റിയിലുണ്ട്, എത്ര എണ്ണം ലോസ്റ്റ് ആയിട്ടുണ്ട്, എത്ര എണ്ണം സ്റ്റിൽ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്ന പെൻഡിങ് ലീഡ്സ് എന്നുള്ള കാറ്റഗറിയിലുണ്ട്, അതുപോലെ എത്ര എണ്ണം ഓരോ സെയിൽസ് മെമ്പറും ഇതുവരെ അൺടച്ച്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ പറ്റും. ഓരോന്നും ഓരോ ദിവസത്തെയും ഓരോ വീക്കിലത്തെയും ഓരോ മന്തിലത്തെയും 6 മന്ത്സിലത്തെയും 1 ഇയറിലത്തെയും റേഞ്ചിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സെയിൽസ് പേഴ്സണിലേക്ക് വരുമ്പോഴത്തേക്ക് ഓരോ സെയിൽസ് ടീം യൂസേഴ്സിൻ്റെയും ടോട്ടൽ ലീഡ്സും അവരുടെ ടോട്ടൽ പെൻഡിങ് ലീഡ്സും അവരുടെ ടോട്ടൽ അൺടച്ച്ഡ് ആയിട്ടുള്ള ഇതുവരെ അവർ ഫോളോ അപ്പ് ചെയ്യാത്ത ലീഡ്സിൻ്റെയും അതുപോലെ അവർ ത്രൂ കൺവേർട്ടഡ് ആയിട്ടുള്ള ലീഡ്സിൻ്റെ കൗണ്ടും അറിയാൻ പറ്റുന്നുണ്ടാവും. സോഴ്സിലേക്ക് വരുമ്പോൾ ഓരോ ലീഡ് സോഴ്സിൻ്റെയും മെറ്റ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാമ്പയിൻസ് ആവാം, അല്ലെങ്കിൽ റെഫറൽസ് ആവാം, ഓരോന്ന് ത്രൂവും എത്ര ലീഡ്സ് വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു കൗണ്ട് കിട്ടുന്നുണ്ടാവും. പെർഫോമൻസിൽ വരുമ്പോഴത്തേക്കും ഓരോ യൂസറിൻ്റെയും ഓരോ ഹവർ വൈസുമുള്ള കോൾസിൻ്റെയും വാട്സാപ്പ് ചെയ്ത ഇൻട്രാക്ഷൻസിൻ്റെയും കൗണ്ട് അറിയാൻ പറ്റുന്നുണ്ട്. ലീഡ് ബോർഡ് എന്നുള്ള സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഓരോ യൂസറിൻ്റെയും ടോട്ടൽ കോൾസും അവർ ചെയ്ത ടോട്ടൽ കോൾസിൻ്റെ ഡ്യൂറേഷനും ഓരോ സ്റ്റേജ് വൈസും അവരുടെ ലീഡ്സിൻ്റെ കൗണ്ട് എന്താണെന്നുള്ളതും അറിയാൻ പറ്റുന്നുണ്ടാവും. ബാച്ച് റിപ്പോർട്ടിൽ ഓരോ ബാച്ച് വൈസ് എത്ര ലീഡ്സ് അല്ലെങ്കിൽ എത്ര സ്റ്റുഡൻറ്റ്